എനിക്ക് പീരീഡ്സ് വന്ന ടൈമിൽ നല്ല പെയിൻ ഉണ്ടായിരുന്നു. വയറ്റിന്റെ താഴെ വയറ്റ് ഫുള്ളായിട്ട് പെയിൻ ഉണ്ടായിരുന്നു. ബാക്ക് പെയിൻ ഉണ്ടായിരുന്നു. തുടയ്ക്കൊരു കഴപ്പും വേദനയും കാര്യങ്ങളൊക്കെ പീരീഡ്സ് ടൈമിലുണ്ടായിരുന്നു. അതെല്ലാം ഇപ്പൊ ഇവിടെ വന്ന് ഈ ട്രീറ്റ്മെന്റ് എടുത്തതിന് ശേഷം പൂർണ്ണമായിട്ടും മാറി. എനിക്ക് വിശ്വാസം ഇല്ലായിരുന്നു. ഞാനിവിടെ ഫസ്റ്റ് സാറിനെ കൺസൾട്ട് ചെയ്ത സമയത്ത് എനിക്ക് അത്ര വിശ്വാസം ഇല്ലായിരുന്നു. പിന്നെ ഞാൻ വീട്ടിൽ പോയതിനു ശേഷം വിസറൽ മാനിപ്പുലേഷൻ എന്താണെന്നും അതിന്റെ ഗുണങ്ങൾ എന്താണെന്നുള്ളതും ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കി. അതിനുശേഷം എനിക്ക് ഉറപ്പായതിനു ശേഷമാണ് ഞാൻ വന്ന ട്രീറ്റ്മെന്റ് എടുക്കുന്നത്. വിസറൽ മാനിപ്പുലേഷന്റെ ഗുണങ്ങൾ PCOD PCOS ഒക്കെ ഉള്ളവർക്ക് ഇത് എങ്ങനെ ഫലം ചെയ്യും എന്നുള്ളത് ഞാൻ സെർച്ച് ചെയ്ത് നോക്കിയായിരുന്നു. ഞാൻ ഗൂഗിളിൽ സെർച്ച് ചെയ്തപ്പോഴത്തേക്ക് ഇറഗുലർ പീരീഡ്സ്, ഹെവി ബ്ലീഡിങ് പീരീഡ്സ് ടൈമിന് അതെല്ലാം ഞാൻ സെർച്ച് ചെയ്ത് നോക്കിയായിരുന്നു. PCOD ഫൈബ്രോയിഡ്സ് ഒക്കെ ഉള്ളവർക്ക് ഇത് എത്രത്തോളം ഗുണം ചെയ്യുന്നുള്ളത് നോക്കിയായിരുന്നു. ഗുണമായിട്ടുള്ള കാര്യങ്ങളാണ് എനിക്കതിൽ കാണാൻ സാധിച്ചത്. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ വന്ന് ഈ ട്രീറ്റ്മെന്റ് എടുത്തത്. എടുത്തതിൽ നല്ല വ്യത്യാസമുണ്ട്. ഇപ്പം പീരീഡ്സ് ടൈമിലുള്ള പെയിനും കാര്യങ്ങളും ബുദ്ധിമുട്ടുകളെല്ലാം കംപ്ലീറ്റ് മാറി. ബ്ലീഡിങ് ഹെവി ആയിട്ടുണ്ടായിരുന്നു, അതെല്ലാം മാറി. പൂർണ്ണമായിട്ടും എനിക്കിപ്പം പീരീഡ്സ് ആണെന്ന് പോലും ഫീലും എനിക്ക് കിട്ടുന്നില്ല. ഞാനിപ്പോ ട്രീറ്റ്മെന്റ് എടുത്തിട്ട് ഇപ്പൊ 2-3 മാസം കഴിയുന്നുണ്ട്. പക്ഷെ എനിക്ക് ഇപ്പം ഒരു ബുദ്ധിമുട്ടുമില്ല. പീരീഡ്സ് ആണെന്നൊരു ഫീല് പോലും തോന്നുന്നില്ല. മറ്റേത് എനിക്ക് ഭയങ്കരമായ ബുദ്ധിമുട്ടായിരുന്നു. നല്ല പെയിൻ ഉണ്ടാവും, ഇരിക്കാൻ പറ്റില്ല, നടക്കാൻ പറ്റില്ല, അത്രയ്ക്ക് ബുദ്ധിമുട്ടായിരുന്നു. ഇപ്പൊ എല്ലാം മാറി, കംപ്ലീറ്റ് മാറിയിട്ടുണ്ട് സാറിന്റെ ട്രീറ്റ്മെന്റ് എടുത്തതിൽ. എനിക്കൊരു 6 ദിവസം വരെയൊക്കെ പെയിൻ നിൽക്കാറുണ്ട്, വയറുവേദനയൊക്കെ ഉണ്ടാവും, ബ്ലീഡിങ് ഹെവി ആയിട്ടുണ്ടാവും 6-7 ദിവസം. പക്ഷെ ഇപ്പൊ എനിക്കത് പൂർണ്ണമായിട്ടും മാറി, നല്ല ആശ്വാസമുണ്ട്. എനിക്ക് വിസറൽ മാനിപ്പുലേഷൻ നല്ല ഹെൽപ്ഫുൾ ആയിട്ടുണ്ട് ചെയ്തതിൽ. ഇത് എങ്ങനെ ആയിരിക്കും, എന്താവും ഇതിന്റെ ട്രീറ്റ്മെന്റ് എങ്ങനെ ആയിരിക്കും എന്നൊക്കെ നല്ല പേടിയുണ്ടായിരുന്നു. ചികിത്സയ്ക്ക് ശേഷം ക്ഷീണം ഉണ്ടായിരുന്നു. നമുക്ക് ആ ട്രീറ്റ്മെന്റ് കഴിഞ്ഞിറങ്ങുമ്പോൾ നല്ല തലകറക്കും, ആ ഒരു ദിവസം ഫുള്ളാ നമുക്ക് നല്ല ക്ഷീണമായിരിക്കും. ഒരു 2-3 ദിവസത്തേക്ക് നല്ല ക്ഷീണം ഉണ്ടാവും, പിന്നെ അത് ഓക്കെ ആയിക്കോളും. എനിക്ക് ചികിത്സ എടുത്ത് ട്രീറ്റ്മെന്റ് എടുത്ത് ഒരാഴ്ചത്തോളം കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു. കുറച്ച് വയറിന് പെയിന് കാര്യങ്ങള്. എനിക്കൊരു ഡൗട്ട് വന്നിട്ട് ഞാൻ ഒന്നുകൂടി സാറിനെ വിളിച്ചിട്ട് ചോദിച്ചു. അപ്പൊ സാറ് പറഞ്ഞത് ഒരാഴ്ച ഉണ്ടാവും, അത് കഴിഞ്ഞാൽ ഓക്കെ ആവും എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ എനിക്ക് ഒരാഴ്ച വരെ ഉള്ളായിരുന്നു, ബുദ്ധിമുട്ടേ ഉള്ളായിരുന്നു. പക്ഷെ അത് കഴിഞ്ഞപ്പോൾ ഞാൻ പൂർണ്ണമായിട്ടും ഓക്കെയാണ്. എനിക്ക് പ്രൊസീജിയർ കഴിഞ്ഞ ദിവസങ്ങളിൽ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞാല് വയറ്റില് സ്റ്റൊമക്ക് നല്ല പെയിൻ ഉണ്ടായിരുന്നു. പിന്നെ നമ്മളെ ഡെയിലി റൊട്ടീൻസ് കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്പം ഒരാഴ്ച നമുക്ക് നിന്നു. ഞാൻ അപ്പം സാറിനോട് ഡൗട്ട് വന്നിട്ട് വിളിച്ചു ചോദിച്ചായിരുന്നു. അപ്പൊ സാർ പറഞ്ഞു ഒരാഴ്ച എന്തായാലും ഉണ്ടാവും, അത് കഴിഞ്ഞാൽ ഓക്കെ ആവും എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ എനിക്ക് ആ ഒരാഴ്ചത്തെ ബുദ്ധിമുട്ടേ ഉണ്ടായിരുന്നുള്ളൂ. അത് കഴിഞ്ഞ് ഞാൻ പൂർണ്ണമായിട്ട് ഇപ്പൊ ഓക്കെയാണ്. എനിക്കിപ്പം ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നുമില്ല. പീരീഡ്സ് ടൈമിലുള്ള ഒരു വേദന, പെയിൻ ഒന്നുമില്ല. നമുക്ക് പീരീഡ്സ് ആണെന്നൊരു ഫീല് പോലും തോന്നുന്നില്ല. എനിക്കിപ്പം പറയാനുള്ളതെന്ന് വെച്ചാല് ഇപ്പം എനിക്ക് കിട്ടിയ ഒരു ആശ്വാസം എല്ലാവർക്കും കിട്ടണമെന്ന് എനിക്കൊരു ആഗ്രഹമുണ്ട്. അതുകൊണ്ട് എല്ലാവരും വന്ന് ഇത് ചെയ്യുക. ഇപ്പം പെയിൻ കൊണ്ട് ഒരുപാട് പേര് ബുദ്ധിമുട്ടുന്നുണ്ട്. എനിക്ക് തന്നെ അറിയാവുന്ന ഒത്തിരി പേരുണ്ട്. അവരോടൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് വന്ന് ട്രീറ്റ്മെന്റ് ചെയ്യണം. സ്റ്റൊമക്ക് പെയിൻ, ബ്ലീഡിങ്, പീരീഡ്സ് പെയിൻ കാര്യങ്ങളൊക്കെ ഉള്ള ഒരുപാട് കുട്ടികളുണ്ടാവും. അപ്പൊ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ PCOD, ഫൈബ്രോയിഡ്സ്, PCOS, ബ്ലീഡിങ്, ഹെവി ബ്ലീഡിങ്, പീരീഡ്സ് പെയിൻ, ഇറഗുലർ പീരീഡ്സ് കാര്യങ്ങളൊക്കെ ഉള്ളവർക്ക് വന്നിട്ട് ഈ ട്രീറ്റ്മെന്റ് ചെയ്യാം. പൂർണ്ണമായിട്ടും എന്തായാലും ആശ്വാസം ഉണ്ടാവും. എന്റെ ഭാഗത്ത് തന്നെ ഞാൻ ഇപ്പൊ ഒരുപാട് പേർക്ക് ഇത് സപ്പോർട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എല്ലായിടത്തും പറയുന്നുണ്ട് പീരീഡ്സ് പെയിനും കാര്യങ്ങളും ഉണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും വന്ന് ഈ ട്രീറ്റ്മെന്റ് ചെയ്യണം. നിങ്ങൾക്ക് ആശ്വാസം ഉണ്ടാവും, പൂർണ്ണമായിട്ടും ആശ്വാസം ഉണ്ടാവും. എനിക്ക് ഇത്ര ആശ്വാസം ഉള്ളതുകൊണ്ടാണ് ഞാൻ എന്റെ അനുഭവം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത്. കാര്യം എന്നെപ്പോലെ ബുദ്ധിമുട്ടുന്ന ഒരുപാട് പേരുണ്ടാവും, അവർക്കും കൂടെ ഒരു ആശ്വാസം ഉണ്ടാവട്ടെ എന്നുള്ള രീതിയിൽ. എനിക്ക് ആ ടൈമിനൊക്കെ നല്ല ദേഷ്യവും കാര്യങ്ങളൊക്കെ ആയിരുന്നു പീരീഡ്സ് ടൈമിന്. ഇപ്പം എനിക്ക് അത് പെയിൻ കൊണ്ടുള്ള ബുദ്ധിമുട്ടും എല്ലാം കൊണ്ട് ഒരു ഇറിറ്റേഷനും ഒക്കെ ആകുമ്പോഴാണ് എനിക്ക് അങ്ങനെ ദേഷ്യവും കാര്യങ്ങളൊക്കെ വന്നത്. അതെല്ലാം കൺട്രോൾ ആയിട്ടുണ്ട്. എനിക്കിപ്പോ അത്ര വലിയ ദേഷ്യമോ കാര്യങ്ങളൊന്നും വരാറില്ല. കാര്യം എനിക്ക് പെയിൻ ഇല്ല. ഞാൻ നല്ല പെയിൻ കുറഞ്ഞിട്ടുണ്ട്. എനിക്കിപ്പം ട്രീറ്റ്മെന്റ് ചെയ്തിട്ട് 3 മാസം കഴിഞ്ഞു. എനിക്കിപ്പം 3 മാസത്തെ ആ പീരീഡ്സ് കഴിഞ്ഞിട്ടുണ്ട്. അതിൽ ഞാൻ ഓക്കെ ആണ്, കംഫർട്ടബിൾ ആണ്. എത്രത്തോളം ഫലം ചെയ്യും എന്നുള്ളത് നിങ്ങൾക്ക് ഒരു പ്രാവശ്യം ഈ ട്രീറ്റ്മെന്റ് എടുത്തു കഴിയുമ്പോൾ തന്നെ മനസ്സിലാവും നിങ്ങളുടെ ബുദ്ധിമുട്ട് എത്രത്തോളം മാറും എന്നുള്ളത്. ഒരു 10 മിനിറ്റ് എടുത്തുള്ളൂ നമുക്ക് ഈ ട്രീറ്റ്മെന്റ് ചെയ്യാൻ വേണ്ടി. 10 മിനിറ്റ് 15 മിനിറ്റ് അതിനുള്ളിൽ നമുക്ക് ട്രീറ്റ്മെന്റ് കഴിഞ്ഞ് ഇറങ്ങാൻ പറ്റും. ഇറങ്ങുന്ന ടൈമിന് നമുക്കൊന്ന് തലയൊക്കെ ചുറ്റും, കുറച്ച് ക്ഷീണവും തളർച്ചയും ഒക്കെ തോന്നും, വയറ്റിനകത്ത് നല്ല വേദന ഉണ്ടാവും. അതൊന്നും കാര്യമാക്കണ്ടാവും. ഒരു 2-3 ദിവസത്തേക്ക് നല്ല പെയിൻ ഉണ്ടാവും, വയറ് ഫുള്ളായിട്ടൊരു വേദനയൊക്കെ ഉണ്ടാവും. അതൊന്നും കാര്യമാക്കണ്ട. അത് നമുക്ക് ഒരാഴ്ച എന്തായാലും ഉണ്ടാവും. അത് കഴിഞ്ഞാൽ നമ്മൾ പൂർണ്ണമായിട്ടും ഓക്കെ ആവും. അങ്ങനെ ഹാപ്പിയാണ്. എനിക്കിപ്പോ പീരീഡ്സിന്റെ പ്രശ്നങ്ങളൊന്നുമില്ല. ഞാൻ ഹാപ്പിയാണ്, ഓക്കെ ആണ്. എല്ലാവരും എന്തായാലും വരണം, എല്ലാവരും വന്ന് എന്തായാലും ചെയ്യണം. ഈ ട്രീറ്റ്മെന്റ് ചെയ്താലേ ഗുണം ഉണ്ടാവും. കാര്യം എനിക്ക് കിട്ടിയ ആശ്വാസം നിങ്ങൾക്കും കിട്ടണം. എനിക്ക് പ്രൊസീജിയറിന് ശേഷമുള്ള ഫസ്റ്റ് പീരീഡ്സിൽ നല്ല ക്ലോട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഒരു 7 ദിവസമൊക്കെ നീണ്ടുനിന്ന പീരീഡ്സ് ആയിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷം എനിക്ക് ഇപ്പം നോർമലി പീരീഡ്സ് ആയിക്കഴിഞ്ഞാൽ ഒരു 4 ദിവസം ബ്ലീഡിങ് നിൽക്കാറുള്ളൂ. അത്ര ക്ലോട്ട്സും കാര്യങ്ങളൊന്നുമില്ല. അങ്ങനെ എനിക്ക് ആയിട്ടൊരു 2-3 വർഷം ബാക്കായിരുന്നു എനിക്ക് അങ്ങനത്തെ ഒരു പീരീഡ്സ്. ഇപ്പം കറന്റ്ലി കിട്ടുന്ന ഒരു പീരീഡ്സ് കിട്ടിക്കൊണ്ടിരുന്നത്. അതിനു മുന്നേ എനിക്ക് ക്ലോട്ട്സ് കൂടുതലായിരുന്നു, നല്ല പെയിനും കാര്യങ്ങളൊക്കെ. അതെല്ലാം പൂർണ്ണമായിട്ടും മാറി. ഞാൻ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കിയ വിസറൽ മാനിപ്പുലേഷൻ PCODയിൽ എങ്ങനെ ബലം ചെയ്യുന്നുണ്ട്, ഇൻഫെർട്ടിലിറ്റിയിൽ എങ്ങനെ ബലം ചെയ്യുന്നത്, അതായത് വന്ധ്യത,
കൊച്ചുങ്ങളെ ഉണ്ടാവാത്ത കേസായിട്ടുള്ള കാര്യങ്ങൾ അതിലൊക്കെ എങ്ങനെ അത് ബാലൻസ് ചെയ്ത് ട്രീറ്റ്മെന്റ് ചെയ്ത് കഴിഞ്ഞാൽ ഉപയോഗപ്പെടുമോ എന്നുള്ള രീതിയിൽ ഞാനത് സെർച്ച് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഫൈബ്രോയിഡ്സ് കാര്യങ്ങളൊക്കെ അതിലൊക്കെ നമുക്ക് ഈ ട്രീറ്റ്മെന്റ് എടുത്തു കഴിഞ്ഞാൽ എങ്ങനെയാണ് അതിന്റെ ആ ഒരു കാര്യങ്ങൾ നമുക്ക് അറിയാൻ വേണ്ടിയിട്ട്. പക്ഷെ എന്നെ അത്ഭുതപ്പെടുത്തിയതെന്ന് വെച്ചാൽ ഈ കാര്യങ്ങളിലെല്ലാം തന്നെ ഇത് നല്ല ഹെൽപ്ഫുൾ ആണെന്നുള്ള രീതിയിലാണ് എനിക്ക് ഗൂഗിൾ സെർച്ച് ചെയ്തപ്പോൾ കാണാൻ കഴിഞ്ഞത്. അതിന്റെ ഒരു അടിസ്ഥാനത്തിലാണ് ഞാൻ വന്ന് ഈ ട്രീറ്റ്മെന്റും ചെയ്തത്. ബട്ട് ഇങ്ങനെയുള്ള കേസുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ ഈ ട്രീറ്റ്മെന്റ് എടുക്കുക. ഇതിന് നിങ്ങൾക്ക് എന്തായാലും ആശ്വാസം ഉണ്ടാവും. ഇപ്പൊ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ബുദ്ധിമുട്ട് കംപ്ലീറ്റ് മാറും. എനിക്ക് ആ ഒരു ട്രീറ്റ്മെന്റ് കഴിഞ്ഞ് ഇറങ്ങിയ സമയത്ത് ഞാൻ 2 ഗ്ലാസ് വെള്ളം കുടിച്ചായിരുന്നു. ആ വെള്ളം കുടിച്ചപ്പോൾ എന്റെ വയറ്റിൽ എനിക്ക് അധികം സ്പേസ് ഉള്ള ഒരു ഫീലാണ് വന്നത്. അത്രയും എന്റെ വയറ് ഫ്രീ ആയി. നമുക്ക് ഒരുപാട് സ്റ്റോറേജ് വയറ്റിലുള്ള ഒരു ഫീല് തോന്നി. വരുന്ന പേഷ്യൻസ് ഇപ്പം എല്ലാവർക്കും എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. ഞാൻ ഇവിടെ വരുന്നതിന് മുന്നേ ഈ ട്രീറ്റ്മെന്റ് എങ്ങനെയായിരിക്കും എന്തായിരിക്കും എന്നുള്ളത് ഡൗട്ട് ഉണ്ടായിരുന്നു. അപ്പം വരുന്നവർക്ക് സ്വാഭാവികമായിട്ടും ഈ കൊച്ചി ഇങ്ങനെ പറയുന്നു, അപ്പൊ എന്തായിരിക്കും ഇത്, സത്യമായിരിക്കും കള്ളമായിരിക്കും എന്നുള്ള ഒരു ഡൗട്ട് ഉറപ്പായിട്ടും ഉണ്ടാവും. അപ്പം അവരെന്താ ചെയ്യണമെന്ന് വെച്ചാൽ വിസറൽ മാനിപ്പുലേഷൻ എന്താണെന്ന് ഗൂഗിളിൽ ജസ്റ്റ് സെർച്ച് ചെയ്ത് നോക്കുക. അപ്പൊ നിങ്ങൾക്ക് അറിയാൻ കഴിയും വിസറൽ മാനിപ്പുലേഷൻ ഇൻഫെർട്ടിലിറ്റി അല്ലെങ്കിൽ PCOD PCOS ഇതിലൊക്കെ എങ്ങനെ ബലം ചെയ്യുന്നു എന്നുള്ളത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കുക. അപ്പൊ നിങ്ങൾക്ക് അറിയാൻ പറ്റും അതിന്റെ ഫലങ്ങൾ എന്താണ്, അതുകൊണ്ടുള്ള നമുക്ക് എന്തൊക്കെ ആശ്വാസം കിട്ടും എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഞാൻ ഇതിനു മുന്നേ പീരീഡ്സ് പെയിൻ കാര്യങ്ങൾ ഉണ്ടാകുമ്പോൾ മെഡിക്കൽ സ്റ്റോറിൽ പോയിട്ട് പെയിനുള്ള ടാബ്ലറ്റ് ആയിരുന്നു കഴിച്ചുകൊണ്ടിരുന്നത്. ഇപ്പൊ ഈ ട്രീറ്റ്മെന്റ് എടുത്തതിന് ശേഷം എനിക്ക് ടാബ്ലറ്റ് എടുക്കേണ്ടതായിട്ട് വരുന്നില്ല. കാര്യം എനിക്ക് അത്രയും ആശ്വാസം എനിക്ക് ഈ ട്രീറ്റ്മെന്റ് എടുത്തതിലുണ്ട്. അപ്പൊ സൈഡ് എഫക്ട്സും കാര്യങ്ങളൊന്നുമില്ല. പൂർണ്ണമായിട്ടും നമുക്ക് വിശ്വസിച്ച് ഈ ട്രീറ്റ്മെന്റ് ചെയ്യാം. നമ്മളിപ്പോ ഒരു ട്രീറ്റ്മെന്റ് എടുക്കാൻ പോവാണ്. അപ്പം അതെന്താണ് ഏതാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ജസ്റ്റ് നിങ്ങൾ വരുന്നതിന് മുന്നേ ആയിട്ട് വിസറൽ മാനിപ്പുലേഷൻ എന്താണ്, അതിന്റെ ഗുണങ്ങൾ എന്താണ്, ദോഷഫലങ്ങൾ എന്താണ് എന്നുള്ളത് നിങ്ങൾ ജസ്റ്റ് അടിച്ച് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കാം. ദോഷഫലങ്ങൾ എന്തായാലും വിസറൽ മാനിപ്പുലേഷൻ വരുന്നില്ല. അത് നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. ഞാനും അങ്ങനെ ഒരു ഭയത്തോടു കൂടി ആദ്യമേ കണ്ടൊരു കാര്യമാണ് വിസറൽ മാനിപ്പുലേഷൻ. പക്ഷെ അത് ഞാൻ എല്ലാം അറിഞ്ഞ് അതിന്റെ കാര്യങ്ങൾ അന്വേഷിച്ചതിന് ശേഷമാണ് ഇവിടെ വന്ന് ട്രീറ്റ്മെന്റ് എടുത്തത്. എനിക്ക് ആശ്വാസമുണ്ട്. ഞാൻ എന്റെ പൈസ കൊടുത്തിട്ട് ചെയ്യണതല്ലേ, അപ്പൊ നമുക്കത് എത്രത്തോളം ഉപയോഗപ്പെടും എന്നുള്ളത് അറിയാൻ വേണ്ടി തന്നെയാണ് ഞാനത് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കിയത്. അതിലെനിക്ക് എന്നെ വിശ്വസിപ്പിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞത്. നമ്മളിപ്പോ ഇത്രയും പൈസ കൊടുത്ത് ട്രീറ്റ്മെന്റ് എടുക്കുകയാണ്, അപ്പൊ അതിന്റെ ഗുണങ്ങൾ നമുക്ക് കിട്ടണം എന്ന് നമുക്കൊരു ആഗ്രഹം ഉണ്ടാവും. അതുകൊണ്ട് തന്നെയാണ് ഞാൻ അത് എന്താണ് കാര്യങ്ങൾ എന്ന് അറിയാൻ വേണ്ടി ഡീറ്റെയിൽ ആയിട്ട് സെർച്ച് ചെയ്ത് നോക്കിയത്. നമുക്കിപ്പം ആ ഒരു ട്രീറ്റ്മെന്റിനെ കുറിച്ച് അറിയില്ല. ഈ വിസറൽ മാനിപ്പുലേഷൻ എന്താണോ ആദ്യമായിട്ട് വരുന്ന ഒരാൾക്കും ഇത് അറിയില്ല. പിന്നെ സാറ് നമുക്ക് ഇവിടെ വന്നു കഴിയുമ്പോൾ ഡോക്ടർ പറഞ്ഞു തരും. പക്ഷെ എന്നാലും നമുക്കൊരു ഡൗട്ട് ഉണ്ടാവും, ഈ ട്രീറ്റ്മെന്റ് ചെയ്താൽ നമുക്കത് എത്രത്തോളം ബലം ചെയ്യും, എന്തായിരിക്കും എന്നുള്ളത്. അങ്ങനെ ആകുമ്പോൾ നിങ്ങൾ ജസ്റ്റ് ഗൂഗിൾ എടുത്തിട്ട് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കാം എന്താണ് വിസറൽ മാനിപ്പുലേഷൻ. വിസറൽ മാനിപ്പുലേഷൻ കൊണ്ട് നമുക്ക് എന്തൊക്കെ PCOD PCOS ഇൻഫെർട്ടിലിറ്റി അതിനൊക്കെ, അതായത് വന്ധ്യത, അതിനൊക്കെ നമുക്ക് എത്രത്തോളം ബലം ചെയ്യും എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയിട്ട് വരിക. വന്ന് നിങ്ങൾ ട്രീറ്റ്മെന്റ് എടുക്കുക. എന്റെ ഒരു അഭിപ്രായത്തിലാണെങ്കിൽ പൂർണ്ണമായിട്ടും നിങ്ങൾ ഈ ട്രീറ്റ്മെന്റ് എടുക്കുന്നതിൽ വ്യത്യാസം നിങ്ങൾക്ക് ഉണ്ടാവും.